ഹലോ ഫ്രണ്ട്സ്, ഹാഷ് വോക്കൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ജിമെയിൽ അക്കൗണ്ടുകൾ എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന മെത്തേഡിലൂടെ വളരെ സിമ്പിളായിട്ട് തന്നെ ജിമെയിൽ അക്കൗണ്ടുകളെല്ലാം തന്നെ നമുക്ക് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മുടെ എല്ലാം മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ജിമെയിൽ അക്കൗണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ വലതു ഭാഗത്തായിട്ട് റൗണ്ട് ചിഹ്നം കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ജിമെയിൽ അക്കൗണ്ടുകളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിലേത് അക്കൗണ്ടാണ് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു അക്കൗണ്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം തൊട്ട് താഴെ കാണുന്ന മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ മാനേജ് യുവർ ഡേറ്റ ആൻഡ് പ്രൈവസി അഥവാ പ്രൈവസി ആൻഡ് പേഴ്സണലൈസേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വന്നാൽ ഏറ്റവും അവസാനമായിട്ട് താഴെയായിട്ട് ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീൻ അൺലോക്ക് ആക്കാൻ ചോദിക്കും. ഏത് രീതിയിലാണ് നിങ്ങൾ സ്ക്രീൻ ലോക്കാക്കി വെച്ചിട്ടുള്ളത്? ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഫിംഗർ പിൻ കൊണ്ട് അൺലോക്ക് ചെയ്യുക. പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ് കൊണ്ട് നിങ്ങൾ സ്ക്രീൻ അൺലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരുന്നതാണ്. ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ താഴെ 2 കോളം കാണാൻ സാധിക്കും. ആ 2 കോളത്തിലും ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഡിലീറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൽ എന്തെങ്കിലും ഡേറ്റകൾ മറ്റും സേവ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മുകളിൽ കാണുന്ന ഏറ്റവും മുകളിൽ ഭാഗത്ത് കാണുന്ന ഡൗൺലോഡ് യുവർ ഡേറ്റ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അവിടെ പറയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിലുള്ള നിങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും ഡേറ്റകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ 2 കോളത്തിൽ ടിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഡിലീറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് തന്നെ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ജിമെയിൽ അക്കൗണ്ടുകളും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു. ഗുഡ് ബൈ.